ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ബർഗറിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനായി ആദ്യം എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ വെച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം പെപ്പർ പൗഡറും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അല്പം കൂടെ ബട്ടർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബണ്ണിവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ മയോണൈസും കെച്ചപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് മയോണൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബർഗർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കും തക്കാളി സവാളയും കുക്കുമ്പറും കൂടെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് ബർഗറിൽ ആഡ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ബണ്ണ് ടോസ്റ്റ് ചെയ്ത് വെച്ചതിലോട്ട് മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആദ്യം ഒനിയൻ വെച്ച് കൊടുക്കാം. ഇനി കുക്കുമ്പർ കട്ട് ചെയ്ത് വെച്ചതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം ഇതിന് മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് ഒരു ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഹോം മെയ്ഡ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്